പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയാണെങ്കിൽ രേവതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, അനാമിക മോളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടോ. അല്ലെങ്കിൽ മോള് പെട്ടെന്നൊന്നും അങ്ങോട്ട് വരില്ല എന്ന് രേവതി പറയുമ്പോൾ, അങ്ങനെ വരരുത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനി ചെയ്ത തെറ്റിൻ്റെ വില അങ്ങ് ഇല്ലാതായി പോവും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോൾ ഉടനെ ഒന്നും അങ്ങോട്ട് തിരിച്ചു വരില്ല. അങ്ങനെയുള്ള രംഗങ്ങളാണ് മോളുടെ അച്ഛൻ കണ്ടത്. ഇനിയിപ്പോൾ മോൾ അങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ മോൾക്ക് ആ വീട്ടിൽ മരുമകൾ എന്നുള്ള പരിഗണന കിട്ടണം. എന്തായാലും വലിഞ്ഞ് കയറി വരാനും പുറമ്പോക്കായിട്ട് ജീവിക്കാനും ഇനി അവളെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ മൂത്ത കൊച്ചുമോനാണെങ്കിൽ തെറ്റിൽ മുങ്ങി നടക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും അവൻ മറ്റുള്ളവരുടെ മുന്നിൽ മാന്യനായിട്ടാണ് നടക്കുന്നത്. ഞാനും എൻ്റെ മകനും അതുപോലെ തന്നെ അനാമിക മോളൊക്കെയാണ് ഈ വീട്ടിലെ അന്യര് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്ന് ആരോടും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് രേവതി ആണെങ്കിലും അനാമികനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ജലജയാണ് ഇപ്പോൾ എന്നെ വിളിച്ചത്, മോളെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞു അറിയട്ടോ. അവിടെ ഇങ്ങനെ ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മോളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിലപ്പോൾ അനിയുടെ അമ്മയൊന്നും ആയിരിക്കില്ല വരുന്നത്, അനിയുടെ വല്യമ്മയും അതുപോലെ തന്നെ വല്യച്ഛനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ വന്ന് വിളിച്ചാൽ മോളെ പറഞ്ഞു വിടരുത് എന്നാണ് ജലജ പറഞ്ഞതെന്ന് അറിയട്ടോ. എന്നിട്ട് പിന്നെ അനാമിക ഇങ്ങനെ രേവതിനോട് ചോദിക്കുകയാണ്, അനിയുടെ വല്യമ്മയും വല്യച്ഛനും വരുമോ? അനിയുടെ അമ്മ വരും എന്ന് എനിക്കറിയാം, പക്ഷേ അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവർക്ക് എന്നോടിപ്പോൾ നല്ല വെറുപ്പാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ആൾക്കുരങ്ങുണ്ടല്ലോ, ആൾക്കുരങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, ആൾക്കുരങ്ങോ എന്ന് കേട്ടോ. ആ സമയത്ത് രേവതി അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ ആൾക്കുരങ്ങല്ലാതെ അയാൾ മനുഷ്യനാണോ? എനിക്ക് അയാളെ കാണുമ്പോൾ ഇങ്ങനെ സിംഹവാലൻ കുരങ്ങിനെ പോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയട്ടോ. മുത്തശ്ശിനെ പറ്റിയാണ് രേവതി അനാമികയോട് പറയുന്നത്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, നല്ല തലയെടുപ്പല്ലേ ഇങ്ങനെ അനന്തപുരിയിലെ കാരണവർക്ക് എന്ന് പറയട്ടോ. അപ്പോൾ എനിക്കെന്തോ അയാളെ കാണുമ്പോൾ ഇങ്ങനെ സിംഹവാലൻ കുരങ്ങിനെ പോലെയാണ് തോന്നുന്നത്. അവിടെ കുറേ ഒരു സിംഹവാലൻ കുരങ്ങനും ഉണ്ട്, അതിൻ്റെ താഴെ കുറേ കുട്ടിക്കുരങ്ങന്മാരും ഉണ്ട്, എല്ലാവരും തമ്മിൽ ഭയങ്കര ഐക്യമാണല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ ആണുങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര ഐക്യമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അഭിയേട്ടനാണ് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ അനന്തമൂർത്തിയും ഭാര്യയും മരിക്കുന്നവരെ അവരെല്ലാവരും സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ അവരുടെ വഴിക്ക് പോകും. എന്തായാലും നമുക്ക് അവർ മരിക്കുന്നവരെയൊന്നും കാത്തു നിൽക്കേണ്ട, പലിശക്കാരുടെ പൈസ എല്ലാം കൊടുത്ത് തീർത്തൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിനുള്ള മുതൽ നീ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. പോയിട്ട് കുറച്ച് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നീ നിനക്കിഷ്ടപ്പെട്ട പയ്യനോടൊപ്പം ജീവിക്കാൻ പോവല്ലേ, അതിനിപ്പോഴേ അച്ഛനും അമ്മയും പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാട്ടോ രേവതി പോകുന്നത്. പിന്നീട് ജലജയാണെങ്കിലും അബിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പറ്റിക്കാൻ പറ്റിയ നല്ല അവസരമാണ് വന്നിട്ടുള്ളതെന്ന് പറയട്ടോ. ആദ്യം ജാനകിനോട് അനാമികേനെ പോയി വിളിക്കാൻ പറഞ്ഞു, പക്ഷേ അവൾ സമ്മതിച്ചില്ല. പിന്നീട് അത് കഴിഞ്ഞ് ജയേട്ടനോടും ഏട്ടത്തിനോടും മോളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷേ അവർക്കും അതിന് താല്പര്യമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ ആരും വിളിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ ഇങ്ങനെ നിന്ന് പോകത്തല്ലേ ഉള്ളൂ എന്നിങ്ങനെ ജലജ അബിനോട് ചോദിക്കുമ്പോൾ, അത് നമുക്ക് നല്ലതല്ലേ, ഒരാളിവിടെ കുറഞ്ഞ് കിട്ടിയാൽ നമുക്ക് അത്രയും നല്ലതല്ലേ എന്ന് പറയട്ടോ. അത് നല്ലതൊക്കെ തന്നെയാണെന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കിട്ടിയ അവസരം മുതലാക്കണം, അതുപോലെ തന്നെ അനാമികേനെ കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അനാമികേനെ വെച്ച് കളിക്കാനാണ് അപ്പോൾ അബിയുടെ തീരുമാനം. അത് അബി പറയുന്നുണ്ടായിരുന്നു. അബീനെ ഇങ്ങനെ ജ്വല്ലറിയിലെ വെറും ഒരു ജോലിക്കാരനാക്കിയതൊക്കെ അബിയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്, അതിൻ്റെ പക എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദർശിൻ്റെ കുഞ്ഞിനെയാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നല്ല സ്നേഹത്തിലാണല്ലോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെറുപ്പും കൂടെ ജലജ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിൻ്റെ കുഞ്ഞിനെ പോലും അങ്ങനെ ലാളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവൾ സ്കൂളിൽ പോയാൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടമാണ്, പിന്നെ അവൾ തിരിച്ചു വന്നാൽ പിന്നെ പറയുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന്. അപ്പോൾ അനാമികേനെ വെച്ച് കളിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അനാമികേനെ കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ചാനൽ വഴി അറിയിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ പിന്നെ തലയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നും അബി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജയനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചെന്ന് അനാമിക മോളെ വിളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും പോയിട്ട് അവളെ വിളിക്കും, അങ്ങനെ ഒരു വീട്ടിലേക്ക് അച്ഛനും അമ്മേനെയും പറഞ്ഞയക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും അവളെ അവിടെ ചെന്ന് വിളിക്കാനുള്ള എന്ത് ക്വാളിറ്റിയാണ് അവൾക്കുള്ളത് എന്നൊക്കെ ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു, നമുക്കിതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ അച്ഛനെ തടയാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ജയനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അച്ഛൻ അവളെ വിളിക്കാൻ പോവാതിരിക്കണമെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു പ്രശ്നം ഉണ്ടാച്ചാന്ന് അതിനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചന്തുമോളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അനാമികയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ ഇനിയിപ്പോൾ അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും എന്ന് പറയും കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും മിണ്ടാതിരിക്കുന്നത് എന്ന് പറയും. പിന്നീട് ജയൻ പറയുകയാണ്, മോള് കാച്ചി വെച്ച് പാലിൽ വിഷം ചേർത്തത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് അവളോട് ഇപ്പോൾ വെറുപ്പാണെന്ന് പറയും കേട്ടോ.
അപ്പോൾ അനി ഇവരുടെ സംസാരമെല്ലാം അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അനാമികയാണ് പാലിൽ വിഷം ചേർത്തതെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അനി അങ്ങനെ ആ സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നീട് ജയൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും അവളെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും അച്ഛൻ്റെ അമ്മയ്ക്ക് ഒപ്പം ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ അച്ഛനെ അങ്ങനെ ഒരു വീട്ടിലേക്ക് വിടാൻ എനിക്കും ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ ഒരു കൊടും വിഷപ്പാമ്പിനെയാണ് നമ്മളിങ്ങനെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇനി അവൾ ആർക്കൊക്കെ വിഷം വിളമ്പുമെന്ന് നമുക്ക് കണ്ടറിയാം എന്ന് പറയാണ്. എന്തായാലും നമ്മൾ ആയിട്ട് ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അനാമികയ്ക്ക് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സമൂഹത്തോട് ചന്തമോളുടെ കാര്യം വിളിച്ചു പറയുമെന്ന് ഉറപ്പാണെന്നും ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനഘ എന്ന പെൺകുട്ടീനെ വഞ്ചിച്ചത് ആദർശാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ എല്ലാ ഇമേജും പോവും. അതുകൊണ്ട് തന്നെ നമ്മളായിട്ടൊന്നും ആരോടൊന്നും പറയാൻ നിൽക്കേണ്ട. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ് നിൽക്കുന്നത് എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിലും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അനിയാണെങ്കിലും ഇതെല്ലാം അവരുടെ സംസാരമെല്ലാം അവിടെ നിന്ന് മറഞ്ഞു നിന്നിട്ട് കേട്ടിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അനി മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ കരൽ പോകാൻ കാരണം അവളും അവളുടെ അമ്മയാണല്ലേ എന്നിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ കരൽ പോയിട്ടുണ്ടെങ്കിലും അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. നമുക്കല്ലേ നഷ്ടം എന്നും കൂടെ ജയൻ അവർ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നവ്യയും അതുപോലെ നവ്യാണ് ആ പാല് കുടിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അമ്മേനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടേനെന്ന് ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമികേനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ദേവയാനിയും അതുപോലെ തന്നെ ജയനും പോയില്ല, ജാനകിയും പോയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ തന്നെ ചെന്ന് വിളിക്കാം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈനിയും ഒക്കെ പിണങ്ങിപ്പോയ സമയത്ത് അവർ ചെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അനാമികേനെയും ചെന്ന് വിളിക്കാമെന്ന് ഇങ്ങനെ മുത്തശ്ശീനോട് പറയുമ്പോൾ മുത്തശ്ശി അത് തന്നെയാണ് വേണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേണുവിനെ ഒന്ന് വിളിച്ചിട്ട് അനാമിക മോളോട് ഒരുങ്ങി നിൽക്കാനായിട്ട് പറയാം എന്ന് പറഞ്ഞ് വേണുവിനെ വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ വേണുവിനാണെങ്കിലും മുത്തശ്ശൻ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാവുന്നുണ്ട്, നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ സിംഹവാലൻ കുരങ്ങൻ വിളിക്കുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് കോൾ എടുക്കുന്നുണ്ടായിരുന്നു. എന്താ സാറേ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാനും വസുന്ധരയും വന്ന് മോളെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നോളാന്ന് അറിയാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ദേവയാനീനോടും ജയനോടും പറഞ്ഞിട്ട് അവരാരും മോളെ വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ വരാം എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട സാറേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താ തൻ്റെ മോളെ ഇങ്ങോട്ട് വിടാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതല്ല സാറും അതുപോലെ തന്നെ അമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല, ഞങ്ങൾ അങ്ങോട്ട് മോളെ കൊണ്ടുവന്നോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ നീ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ അനിയുടെ അമ്മയോ അതുപോലെ തന്നെ വല്യമ്മയൊക്കെ വിളിക്കുന്ന വിചാരിച്ചിട്ടായിരുന്നു. അത് എന്തായാലും സാറിനെ അതുപോലെ തന്നെ അമ്മേനെ ഇങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ല, ഞങ്ങൾ തന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുവിട്ടോളാം എന്ന് പറയും. അപ്പോൾ പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു വേണുവിനോടൊന്ന് സംസാരിക്കണം എന്ന് വസുന്ധരയ്ക്ക്. അപ്പോൾ ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും വേണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മോളെ ഇങ്ങോട്ട് കൊണ്ടുവിടുമെന്ന് ചോദിക്കട്ടോ. അതെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവിട്ടോളാം എന്ന് വേണു പറയുമ്പോൾ മോളോട് പറഞ്ഞേക്കും മോൾക്ക് ഞാൻ നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട അമ്മേ, മോൾക്ക് ഇങ്ങനെ അതൊന്നല്ല വേണ്ടത്, അനിയുടെ സ്നേഹമാണ്, അത് കിട്ടാത്തതാണ് മോളുടെ പ്രശ്നം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയായിക്കോളും, ഇവിടുത്തെ നേരത്തെ 2 മരുമക്കൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ മോള് തിരിച്ചു വരുമ്പോൾ അവൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ, മോൾ ആഗ്രഹിക്കുന്ന പോലെ അതും മോളോട് പറഞ്ഞേക്കെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും വേണു അങ്ങനെയൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും വേണുവിൻ്റെ മനസ്സിൽ നല്ല സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് വേണുവാണെങ്കിലും അനാമികയോട് പറയുന്നുണ്ടായിരുന്നു മോളെ തിരിച്ചു ചെല്ലുന്ന മോക്ക് അവിടെ കാത്തിരിക്കുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്, അതെന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല, എന്തായാലും നമുക്ക് ഊഹിക്കാലോ, അതൊരു 10-20 പവൻ വരുന്ന ഒരു നെക്ലേസ് ആയിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കിളവിയുടെ കയ്യിൽ നല്ല ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട്, ചിലപ്പോൾ ഒരു ചെല്ലം നിറയെ സ്വർണ്ണം മോൾക്ക് തരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മോള് ഇങ്ങനെ അങ്ങോട്ട് പോവാതെ വാശി പിടിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഗുണം ഉണ്ടായില്ലേ എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മോളെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും മോൾക്ക് തരും എന്ന് പറയുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ പോവാലേ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോള് പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വാന്ന് പറയുമ്പോൾ ഞാനിതാ ഇപ്പോൾ റെഡി ആയിട്ട് വരാം, അച്ഛനും അമ്മയും പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമികയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോള് ഇതുപോലെ ഇടയ്ക്ക് ഇവിടെ പിണങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പലിശക്കാർക്ക് കൊടുക്കാനുള്ള ഉരുപ്പടിയൊക്കെ അതോടുകൂടി നമുക്ക് കിട്ടുകയും ചെയ്യും, പിന്നെ മോള് ഇവിടെ സ്ഥിരമായിട്ട് വന്ന് താമസിച്ചാലും ജീവിക്കാനുള്ള വകയും നമുക്ക് ആദ്യം തന്നെ കിട്ടും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ കാര്യങ്ങളെന്ന് പറയുന്നുണ്ടായിരുന്നു വേണു നല്ല സന്തോഷത്തിൽ. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ അനാമികയ്ക്ക് കൊടുക്കാനുള്ള സ്വർണ്ണമെല്ലാം എടുത്തിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പഴയ സ്വർണ്ണമല്ലേന്ന്, അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് എന്തിനാ, അല്ലെങ്കിൽ
എന്തായാലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഇത് വാങ്ങി വെക്കുന്നത് ഇതിങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇന്നത്തെ കാലത്ത് ദേഹത്ത് ഇട്ടുകൊണ്ട് പോകാനൊന്നും ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. എന്തായാലും മോൾ ഇവിടുന്ന് പിണങ്ങി പോയതല്ലേ, ഇനിയിപ്പോൾ മോൾക്ക് ഇതൊക്കെ കൊടുത്ത് വേണം അവളെ സന്തോഷിപ്പിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഇതാക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് അനി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയും സന്തോഷിപ്പിക്ക് മുത്തശ്ശിയുടെ പഴയ സ്വർണ്ണമൊക്കെ അവൾക്ക് തന്നെ കൊടുക്ക്, അവളുടെ അച്ഛന് കുറച്ചുകൂടെ കടം ബാക്കിയുണ്ട്, അതും കൂടെ തീർക്കാലോ ഇതൊക്കെ അങ്ങ് വിറ്റിട്ടെന്ന് പറയൂ കേട്ടോ. അനി അങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല എന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായം ആരും ചോദിക്കേണ്ട, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് മുത്തശ്ശി അവളെ അവളുടെ വീട്ടുകാരെ ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, എന്നാൽ പിന്നെ അത് ഞങ്ങളോട് പറഞ്ഞൂടെ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ വല്യമ്മ ഇങ്ങനെ സീരിയസ് ആയിട്ട് ICUവിൽ കിടന്ന കാര്യമൊക്കെ മുത്തശ്ശന് അറിയാവുന്നതല്ലേ. അപ്പോൾ അന്ന് ഒരു നൈനേടത്തി കാച്ചി വെച്ച് ഒരു ഗ്ലാസ് പാല് കുടിച്ചതാണ് വല്യമ്മ. പക്ഷേ ആരെങ്കിലും ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് വെച്ചുകൊണ്ട് സീരിയസ് ആവുമോ? പക്ഷേ നൈനേട്ടത്തി പാല് കാച്ചി വെച്ച് അങ്ങ് മാറിയ തക്കം നോക്കി ആ പാലിൽ വിഷം ചേർത്താണെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്കൊരു ഞെട്ടലാണ്. അപ്പോൾ ആരാ പാലിൽ വിഷം ചേർത്തതെന്ന് ചോദിക്കുമ്പോൾ വേറെ ആരാ, അനാമികയും അവളുടെ അമ്മയും കൂടിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നവ്യേട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. എന്നിട്ടാണ് അവളുടെ വീട്ടുകാരെയും ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ഇപ്പോഴും ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയട്ടോ. ഇത് എന്നോട് ആരും പറഞ്ഞതൊന്നുമല്ല, അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യമ്മയും വല്യച്ഛനും അത് കേൾക്കാതിരിക്കലുണ്ടോ ഇവിടെ? അതുകൊണ്ടൊക്കെ തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശി അവളെ പോയി വിളിക്കാൻ പറഞ്ഞിട്ട് വല്യമ്മയും വല്യച്ഛനും പോവാതിരുന്നത് എന്ന് അനി ഇങ്ങനെ അവരോട് പറയുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വല്യമ്മ കരൾ കേടായി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അനാമികയ്ക്ക് വേണമെങ്കിൽ കരൾ കൊടുക്കായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ വല്യമ്മയുടെ കരൾ കേടായത്. പക്ഷേ അവൾക്ക് അതിൻ്റെ ഒരു കുറ്റബോധം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കരൾ കൊടുത്ത ഏട്ടത്തിനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയൂ കേട്ടോ. പിന്നെ മുത്തശ്ശനാണെങ്കിലും അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അനാമികേനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഇത് വെറുതെ പറയുന്നതല്ലല്ലോ എന്ന് ചോദിക്കട്ടോ. അല്ല, നീ കവിതയും കഥയൊക്കെ എഴുതാൻ എടുക്കാനാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശിയും കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്, ഇതൊന്നും എന്നോട് ആരും പറഞ്ഞതൊന്നല്ല, അവിടെ വല്യച്ഛനും വല്യമ്മയും കൂടെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് പറയും. ഇവിടെ ഈ കാര്യം നമ്മൾ 3 പേർക്കും മാത്രമേ അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും കേട്ടോ. ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു ഇതെന്ന് പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് വാടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, അവളെന്തായാലും ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ അങ്ങനെ മേഞ്ഞ് സുഖിക്കേണ്ട എന്നിങ്ങനെ അനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും ജയൻ്റെയും ദേവയാനിയുടെയും എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പക്വതയും പാകതയും എത്തിയവരാണ്, എന്നിട്ടും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എന്നെ അറിയിക്കുന്നില്ല. എനിക്ക് വലിയൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എന്നെ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ അന്ന് എൻ്റെ അസുഖമൊക്കെ മാറി എന്നറിഞ്ഞിട്ടും ഞാൻ അറിയേണ്ട പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചു, എന്നോട് പറഞ്ഞില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയാണ്, അതെന്താണെന്ന് നിൻ്റെ അച്ഛൻ തന്നെ പറയും എന്ന് പറയൂ കേട്ടോ. അപ്പോഴേക്കും വേണു, രേവതി, അനാമികയും കൂടെ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. 3 പേരും നല്ല സന്തോഷത്തിലാണ് കയറി വരുന്നത്. മുത്തശ്ശനാണെങ്കിലും ആകെ ഒരു ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ അവരെ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്